സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഹൊറർ ചിത്രം സാങ്കേതിക മേന്മയാലും അവതരണ ഭംഗിയാലുമൊക്കെ പ്രേക്ഷക ശ്രദ്ധയും അഭിനന്ദനവുമൊക്കെ ഏറ്റുവാങ്ങി പ്രദർശനം തുടരുന്നു. ഏതായാലും സംവിധായകരെ, നിങ്ങളുടെ മിടുക്ക് മനുഷ്യ ജീവിത നിരീക്ഷണത്തിലും അപഗ്രഥനത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമ്മാതിരി സാത്വിക ഭാവമുള്ള ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് കുറേ നല്ല സാത്വിക ഭാവമുള്ള ചിത്രങ്ങൾ ലഭിക്കുമായിരുന്നു. ഒരു പ്രസാദാത്മകതയാണ് ഇന്നത്തെ സമൂഹത്തിൽ ആസ്വാദക പക്ഷം ആഗ്രഹിക്കുന്നത്. കാരണം ജീവിത സംഘർഷങ്ങൾക്കിടയ്ക്ക് ടെൻഷനും പേടിയും ജനിപ്പിക്കുന്ന ചിത്രങ്ങളേക്കാൾ ജീവിതത്തെ പ്രസാദാത്മകമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ചിത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒരുക്കുക സംവിധായകരെ. പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും തോന്നാം, താനേതൊക്കെ ഹൊറർ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഇത്തരം വിലയിരുത്തലൊക്കെ നടത്താനും. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് രക്ഷാകർത്താക്കളുമൊത്ത് 70കളുടെ അവസാനം ശ്രീ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കള്ളിയങ്കാട്ട് നീലി എന്ന സിനിമ കണ്ടതോർമ്മിക്കുകയാണ്. സിനിമയുടെ കഥ ഫ്രെയിം ബൈ ഫ്രെയിം ഇപ്പോൾ ഓർമ്മയില്ലെങ്കിലും ശ്രീമതി ജയഭാരതിയാണെന്ന് തോന്നുന്നു നീലിയുടെ വേഷം ചെയ്തത്. അവരുടെ ആ ടൈറ്റ് ക്ലോസ് ഷോട്ടൊക്കെ വരുമ്പോൾ ഭയം കൊണ്ട് അച്ഛൻ്റെ മടിയിൽ കമിഴ്ന്നിരുന്നത് ഓർമ്മിക്കുകയാണ്. പിന്നെ 87-ലോ 8-ലോ വീണ്ടും ലിസ എന്ന ചിത്രം കണ്ടത് ഓർമ്മിക്കുന്നു. അന്നത്തെ പശ്ചാത്തലത്തിൽ മനോഹരമായൊരു മേക്കിങ്ങാണ്, ചെറിയ പേടിയൊക്കെ ജനിപ്പിക്കുന്ന, എങ്കിൽ പോലും അതിൽ ജീവിതത്തിൻ്റെയൊക്കെ അംശമുണ്ട്. ഈ പ്രണവ് മോഹൻലാലിൻ്റെ ഈ ചിത്രം, ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന ചിത്രം ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും പ്രസാദാത്മകമായ ചിത്രങ്ങൾ ചെയ്യൂ സംവിധായകരെ, എഴുത്തുകാരെ, നിർമ്മാതാക്കളെ എന്നേ പറയാനുള്ളൂ. പ്രതികരിക്കുക സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.